കാര്യമൊക്കെ ചെറിയ വായനാണെങ്കിലും വിവരമുള്ളവനാണ്. അതവനെ കണ്ടാൽ തന്നെ അറിയാം. വളരെ മനോഹരമായ ഒരു സായാഹ്നം. അവൻ തന്റെ പട്ടം ആകാശത്തിലേക്ക് ഉയർത്തി. വളരെ മനോഹരമായ സായാഹ്നം. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറയാൻ ചില മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. അവൻ തന്റെ പട്ടം ആകാശത്തിലേക്ക് ഉയർത്തി ആകാംക്ഷയോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. അമേരിക്കയിലെ ചൈനയിലോ ജപ്പാനിലെ പോലെ ഒന്നുമല്ല. കാറ്റിനെ സഹായിക്കാൻ അവന്റെ പട്ടം ഉയരത്തിൽ പറന്നു. ഈ സമയം ആ വഴിയിൽ പ്രായമായ അപ്പച്ചൻ കടന്നു കേട്ടോ. ഇവൻ തുള്ളിച്ചാടും സന്തോഷിക്കുന്നു കണ്ടു. ഇത് കണ്ടപ്പോൾ ആ പ്രായമുള്ള അപ്പച്ചൻ ചോദിച്ചു, എന്താണ് അതിനെ ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? അല്ലെങ്കിലും ഈ വയസ്സായ ആളുകൾക്ക് കുട്ടികൾ തുള്ളിച്ചാടും സന്തോഷിക്കുന്നു കണ്ടുകൂടല്ലോ. ഏതായാലും കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കാണാമായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്വഭാവം കണ്ടുകൂടെ? അതാ നോക്കൂ, എന്റെ പട്ടമാണ് ആകാശത്തിൽ ഉയർത്തി പറക്കുന്നത്. എന്റെ കണ്ണു കാണാനില്ലേ? എന്നാൽ അദ്ദേഹത്തിനുണ്ടോ കണ്ണു കാണുന്നു? പ്രായമായില്ലേ? കണ്ണിന്റെ വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്നു. കിളിവാറിലൂടെ നോക്കിയവർ അന്ധന്മാരെ തുടങ്ങി. സഭാപ്രസംഗി 12 അധ്യായം വായിച്ച് വീട്ടിലിരുന്നാൽ പോരെ? എന്നാൽ അദ്ദേഹം കിട്ടില്ല. പഴയ മണല്ലേ? നിന്റെ പട്ടം ഉയർത്തി പറക്കുന്നു എന്നതിന് എന്താ ഉറപ്പെന്ന്? എനിക്കൊന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പൊ കുട്ടി മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, ഇതാ നൂലിനറ്റം എന്റെ കയ്യിലുണ്ട്, പിടിച്ചു നോക്കൂ. അപ്പോഴറിയാം പട്ടത്തിന് തന്നെ. ദാ ശരി തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രായമായാലും കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാകും. ചിലരുണ്ട് ആര് പറഞ്ഞാലും സമ്മതിക്കുകയില്ല. പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ ഈ കുട്ടിയും ഈ പട്ടവും എഴുതിച്ചിരിക്കുക. നൂല് പോലെ കർത്താവുമായി എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജീവിതം നൂല് പൊട്ടിയ പട്ടം പോലെയായിരിക്കും. അങ്ങനെ നിങ്ങൾക്കാർക്കും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ ആരെയും വിശ്വസിച്ചിരിക്കുമെന്ന് അറിയണം. ആ ബന്ധം പൊട്ടാതെ സൂക്ഷിക്കുകയും വേണം.